ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഷ്ന സോൺ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ ഇന്നത്തെ വീഡിയോ എന്തായിട്ടാണ് വന്നേക്കുന്നതെന്ന്. ഇതെൻ്റെ സ്പ്രേ കളക്ഷൻസ് ആണ്. ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സ്പ്രേ. ഇത് 2 സ്പ്രേ ആണ്. ഇത് കളർമി ഹൈ പെർഫ്യൂം ബോഡി സ്പ്രേയാണ്. ഇത് അതിൻ്റെ തന്നെ സ്പ്രേ. ഇതെനിക്ക് ഒരു മൈൽഡ് സ്മെല്ലാണ്. ഇങ്ങനെ 24 hours ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ലൊരു സ്മെല്ലാണ്. ഇത് ഞാൻ തീർത്തു, ഇതും കൂടെ ബാക്കിയുള്ളൂ. നല്ലൊരു സ്മെല്ലാണ്. മൈഗ്രെയിൻ ഉള്ളവർക്ക് പറ്റുന്ന സ്പ്രേ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കുത്തിക്കയറുന്ന സ്മെല്ലല്ല, ഒരു റോസ് സ്മെല്ല. അടിപൊളിയാണ്. ഇത് 2ാമത്തെ സ്പ്രേ ആണ്. കളർമിയുടെ തന്നെ വേറൊരു സ്മെല്ല. അടിപൊളിയാണ്. ലോങ് ലാസ്റ്റിംഗ് അല്ല, പക്ഷേ കുഴപ്പമില്ല. ഇത് ബോഡി സ്പ്രേയും ഇത് സ്പ്രേയുമായിട്ടാണ്. ഇത് തീർന്നില്ല. ഇത് ഓൾമോസ്റ്റ് കാലിയാവുന്നു. 24 hours ലോങ് ലാസ്റ്റിംഗ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അടിപൊളിയാണ്. നല്ല സ്മെല്ലാണ്. അടുത്ത സ്പ്രേ ആണ് ബ്ലൂ ലേഡി. ഇതെല്ലാവരുടെ കയ്യിലും കാണുമെന്ന് തോന്നുന്നു കേട്ടോ. അടിപൊളി മണമാണ്. ഇത് 24 hours നിൽക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഇതിൽ നിന്ന് വരുന്നത്. പിന്നെ ഞാൻ ഈ പറയണ ഒരു സ്പ്രേയും മൈഗ്രെയിൻ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പ്രേ ആണ്. കാരണം എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് കുത്തിക്കയറുന്ന സ്മെല്ലൊന്നും എൻ്റെ കയ്യിലില്ല. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സ്മെല്ലാണ്. ഒരു ഫ്ലവറിൻ്റെ സ്മെല്ലാണ് ബ്ലൂ ലേഡി. ഇത് അടുത്ത സ്പ്രേ ആണ്. ഇതിൻ്റെ പേരെന്താ? രംബ എന്ന് പറഞ്ഞൊരു സ്പ്രേ ആണ്. ഇതൊരു ലോക്കൽ ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് സ്മെല്ല് അടിപൊളി ആയതുകൊണ്ട് ഇത് മൊത്തം ഞാൻ തീർത്തു. ഇത് ഇച്ചിരി കൂടെ ബാക്കിയുണ്ട്. ഇത് ഞാൻ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് വെച്ചേക്കണം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പം ഞാൻ ലാബ് കോഡിൽ അടിച്ചിട്ട് ഇത് മൊത്തം ഇങ്ങനെ ഈ അടിച്ച ഭാഗം മൊത്തം ഇങ്ങനെ വട്ടത്തി കറവ് പിടിച്ച പോലെയായിരുന്നു ഇത് അടിച്ചിട്ട്. പക്ഷെ അത് വാഷ് ചെയ്താൽ പോകും. പക്ഷെ അടിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ അടിക്കുന്നത്, അപ്പോൾ അത്രയും ഭാഗത്ത് മൊത്തം കറ പോലെ പിടിച്ചു. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഡ്രസ്സിന് അടിക്കാറില്ല, അതായത് വെള്ള ഡ്രസ്സിന് അടിക്കാറില്ല. പക്ഷെ ഇതിൻ്റെ മണം നല്ലതാണ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല മണം, ഒരു ഫ്രഷ് ലെമണിൻ്റെ സ്മെല്ലാണ് ഇതിന് കേട്ടോ. ഇതിന് ബ്രാൻഡഡൊന്നുമല്ല. അടുത്താണ്, ഇതിൻ്റെ കവർ പോയി. അടുത്തതാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് അക്വ അറേബ്യ എന്ന് പറഞ്ഞ സ്പ്രേ. ഇത് സ്ട്രോബെറി ഫ്ലേവറാണ്. അടിപൊളിയാണ്. ഇത് ഞാൻ ബാഗിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്പ്രേയാണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്പ്രേ ആണ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയുന്നില്ല, അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് ഇതിന്. ഇത് ഞാൻ ഓഫറിലും കണ്ട് വാങ്ങിച്ചതാണ്. സ്ട്രോബെറി ഫ്ലേവറാണ്. അടിപൊളി സ്മെല്ലാണ്. അടുത്ത എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ് ഈ സ്പ്രേ, എലീസിയ ജോവിയൽ. ഇതിന് അറൗണ്ട് ഒരു 6 KD വരും. പക്ഷേ അടിപൊളി സ്മെല്ലാണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്, അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതൊരു മൈൽഡ് സ്മെല്ലാണ്. അടിപൊളിയാണ്. അടുത്തതായി കാണിക്കുന്നത് ഒരു ബോഡി മിസ്റ്റാണ്. ഇത് ജാപ്പനീസ് ഗാർഡൻ ബോഡി മിസ്റ്റാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മണം. ബോഡി മിസ്റ്റ് ആയതുകൊണ്ട് അധികം നേരം നിൽക്കത്തില്ല, എന്നാലും അടിപൊളിയാണ്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതൊരു ബോഡി മിസ്റ്റാണ്. ചേസിങ് ഫയർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു ബോഡി മിസ്റ്റ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് കൂടുതൽ യൂസ് ചെയ്യുന്നതാണ് ബോഡി ലോഷൻ. ചേസിങ് ഫയർഫ്ലൈസിൻ്റെ തന്നെ ബോഡി ലോഷനും പിന്നെ ബോഡി വാഷും. ഇതിൻ്റെയൊക്കെ സ്റ്റിക്കറൊക്കെ പോയി തീരാറായിട്ടോ. ഇത്രയായി. ബോഡി വാഷ് പിന്നെ ബോഡി ബട്ടർ. ഇതാണ് ഞാൻ ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു കോംബോ ആയിട്ട് യൂസ് ചെയ്യുന്ന സംഭവം. അടിപൊളിയാണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. കാരണം ഇത് നമ്മുടെ ഇതിൻ്റെ ബോഡി വാഷ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി ഡ്രൈ ആവുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബോഡി മിസ്റ്റ്, ബോഡി ലോഷന് പിന്നെ ബോഡി ബട്ടർ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഇതാട്ടോ. അടിപൊളിയാണ്. ഞാൻ കൊണ്ടു നടക്കുന്നത്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് മൈഗ്രെയിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റണതാണ്. കാരണം എന്ന് വെച്ചാൽ ഇത് കുത്തിക്കയറില്ല ഇതിൻ്റെ സ്മെല്ല്. പിന്നെ അടിപൊളിയാണ്.
അപ്പോൾ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.